ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിറ്റ് മിസ്റ്ററി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത് തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, കോട്ടയം, 1909 മാർച്ച് 1. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത്? ഉത്തരം രാമചരിതം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവാര്? ഉത്തരം O. ചന്തുമേനോൻ. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? ഉത്തരം വിദ്യാവിനോദിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ.
1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ. ഉത്തരം സർദാർ KM പണിക്കർ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര്? M. മുകുന്ദൻ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ. ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? ഉത്തരം കമല സുരയ്യ. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാര്? തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവാര്? ഉത്തരം UA ഖാദർ. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? SK പൊറ്റക്കാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസന വികൃതി. കുറ്റിപ്പെൻസിൽ എഴുതിയതാര്? കുറ്റിപ്പെൻസിൽ എഴുതിയതാര്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഉത്തരം MK സാനു. മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രം? മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രം? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? EMS നമ്പൂതിരിപ്പാട്. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? ദി പോസ്റ്റ്മാൻ
ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ആത്മാവിൽ ഒരു ചിത. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം ദുരവസ്ഥ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ? തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ? ചിലപ്പതികാരം, മണിമേഖല. എഴുത്തച്ഛന്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ. എഴുത്തച്ഛന്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ. തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം. ഉത്തരം ബാപ്പുജി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാര്? കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാര്? മൊയ്തീൻകുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ഉത്തരം കുന്തലത, അപ്പു നെടുങ്ങാടി. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര്? എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം പൊൻകുന്നം വർക്കി. തന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തയായ പെൺകുട്ടി. തന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തയായ പെൺകുട്ടി. ഉത്തരം ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകൾ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിന്റെ നോവൽ. ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിന്റെ നോവൽ. ഉത്തരം ഗോവർദ്ധന്റെ യാത്രകൾ. വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലേത്? വന്ദേമാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലേത്? ഉത്തരം ആനന്ദമഠം.